മരണം മനുഷ്യന്റെ അവസാനമോ, മായപ്രപഞ്ചമേ ചൊല്ലിടുക. മരണത്തിന് ശേഷം മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. അതൊരു പുതിയ തുടക്കമാണ്, നിത്യജീവിതത്തിന്റെ തുടക്കം. ഓരോരുത്തരും സ്വന്തം ജീവിതത്തിന്റെ സാക്ഷ്യങ്ങളുമായി സ്വർഗവാതിലിന് മുൻപിൽ എത്തുന്നു. ആർക്കാണ് പ്രവേശനം ലഭിക്കുക? എങ്ങനെയാണ് പ്രവേശനം ലഭിക്കുക? സെന്റ് സെബാസ്റ്റ്യൻസ് വാർഡ്, എപ്പിംഗ് നോർത്ത് അവതരിപ്പിക്കുന്ന ലഘുനാടകം സ്വർഗത്തിന്റെ വാതിൽ, ഗേറ്റ് ഓഫ് ഹെവൻ. Gate of heaven, shining bright, full of love and golden light. Angels sing and Jesus stands, welcoming me with open hands, and with my Lord സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടിയ ആരെങ്കിലും പരിചയമുണ്ടോ? 2000 വർഷം പുറകോട്ട് പോകാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കുരിശിൽ മരിക്കുന്നു. ഇടതും വലതും ഓരോ കള്ളന്മാർ കുരിശിൽ. ഇടതുവശത്തെ കള്ളൻ കർത്താവിനെ ദുഷിച്ച് സംസാരിച്ചപ്പോൾ വലതുവശത്തെ കള്ളൻ എളിമയോടെ പറഞ്ഞു, നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. താൻ പാപിയാണെന്ന് കർത്താവിനോട് നേരിട്ട് ഏറ്റുപറഞ്ഞു. യേശുവേ, നീ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. അത് മിശിഹ ആണെന്നും രാജാവാണെന്നും പ്രഖ്യാപിച്ചു. തനിക്ക് വേണ്ടി അപേക്ഷിച്ചു. ആ നിമിഷം തന്നെ കർത്താവ് ആ വലതുവശത്തെ കള്ളന് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് നൽകി. നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലായിരിക്കും. ഇത് 2026 ഏപ്രിൽ മാസം. കുറെ ആത്മാക്കൾ മരിച്ച ഒരു ദിവസം. ഇന്ന് വീണ്ടും നിരവധി ആത്മാക്കളെത്തും, ഓരോരുത്തരും അവരവരുടെ ജീവിത ഫയലുമായി. ഇവിടെ പ്രവേശനം പ്രവൃത്തികളുടെ എണ്ണമോ വലുപ്പമോ നോക്കിയല്ല. അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, പക്ഷേ സാധിക്കുകയില്ല. ദൈവം മനുഷ്യന്റെ ഹൃദയം കാണും. ആദ്യത്തെ ആൾ വരട്ടെ. ഞാൻ വലിയ ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു. പള്ളിക്ക് ഹാൾ ഞാൻ പണിതു കൊടുത്തിട്ടുണ്ട്. ലക്ഷങ്ങൾ സംഭാവനയെ നൽകി. എന്റെ പേരിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതെ, നിന്റെ ഫയലിൽ സംഭാവനകൾ എഴുതിയിട്ടുണ്ട്. നീ നൽകിയതിൽ ഹൃദയമുണ്ടായിരുന്നോ അതോ പേരിനു വേണ്ടിയായിരുന്നോ? നീ ദരിദ്രനെ സ്നേഹത്തോടെ സമീപിച്ചിട്ടുണ്ടോ? നിന്റെ കീഴിൽ ജോലി ചെയ്തവരുടെ ശമ്പളം നീ തടഞ്ഞിട്ടില്ലേ? നെക്സ്റ്റ്. എന്റെ പ്രിയപ്പെട്ട മാലാഖമാരെ, ഞാൻ നിങ്ങളുടെ ജനസേവകൻ. സമൂഹത്തിനു വേണ്ടി ഞാൻ വളരെയേറെ പ്രവർത്തിച്ചു. വാഗ്ദാനങ്ങൾ ഒരുപാടുണ്ടല്ലോ, പക്ഷെ ഒന്നും പാലിച്ചിട്ടില്ല. ഇവിടെ അധികാരവും പദവിയും ഒന്നും സഹായിക്കില്ല. പ്രധാനമന്ത്രിയുടെ കൽപ്പന കേട്ടിടുവോ? സത്യം പാലിക്കാത്തവർക്കും ജനങ്ങളെ വഞ്ചിച്ചവർക്കും ഈ വാതിലിൽ പ്രവേശനമില്ല. അടുത്ത ആള് കയറി വരൂ. നിനക്ക് ഒന്നും പറയാനില്ലേ? ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്റെ കർത്താവിനെ ഞാൻ അധികം സ്നേഹിച്ചു. എന്നാൽ കഴിയുന്നതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹായിക്കാനും ശ്രമിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇവർ വിശന്നവന് ഭക്ഷണം നൽകി, തനിക്ക് കഷ്ടതയുണ്ടായിരുന്നിട്ടും മറ്റുള്ളവരെ സഹായിച്ചു, രോഗികളെ ശുശ്രൂഷിച്ചു, ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചു. കർത്താവിന്റെ കൃപ നിന്നിൽ നിറയുന്നു. അടുത്തതാരാ? കയറി വരൂ.
ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലി, നോമ്പ് നോക്കി ആരാധന ഒന്നും മുടക്കിയിട്ടില്ല. പള്ളിയിലെ എല്ലാ പരിപാടിയിലും ഞാൻ മുന്നിൽ തന്നെ. ഞാൻ മാതൃജ്യോതി സെക്രട്ടറിയാണ്, കാറ്റഗിസം ടീച്ചറാണ്. ഞാനില്ലാതെ ഒരു പരിപാടിയുമില്ല. അതെ, നിന്റെ ഫയലിൽ പ്രാർത്ഥനയും സേവനവും ഉണ്ട്. പക്ഷേ നിന്റെ അയൽക്കാരിയെ നീ വിധിച്ചിട്ടില്ലേ? നീ പ്രാർത്ഥിച്ചു, പക്ഷേ സ്നേഹിച്ചോ? നീ ജപമാല ചൊല്ലി, പക്ഷേ ക്ഷമിച്ചോ? അടുത്ത ആളെ കയറ്റിവിടൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഞാൻ ലൈവ് ഫ്രം ഹെവൻ ഗേറ്റ്. ലൈറ്റിംഗ് അടിപൊളിയാ, പക്ഷേ നെറ്റ്വർക്ക് ഇല്ല ഇവിടെ. നീ ജീവിതം മുഴുവൻ ഇങ്ങനെ തന്നെ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നോ? ഓഫ് കോഴ്സ്, കണ്ടന്റ് ആണ് ലൈവ്. ഫോളോവേഴ്സ് ലക്ഷങ്ങൾ, ലൈക്സ് ആയിരങ്ങൾ. മാലക എന്നെ ഫോളോ ചെയ്യോ? ദൈവത്തെ ഫോളോ ചെയ്യാൻ സമയം കിട്ടിയായിരുന്നോ? ഇവിടെ നെറ്റ്വർക്ക് അല്ല വേണ്ടത്, ദൈവത്തോടുള്ള ബന്ധമാണ്. അടുത്തതാരാ? വരൂ. നിന്റെ ജീവിതം വേദന നിറഞ്ഞതായിരുന്നു, എങ്കിലും നീ വളരെ സന്തോഷവാനാണ്. എനിക്ക് വേദനകൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ വേദനയിലും ഈശോ എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ദീർഘകാലം രോഗവും വേദനയും ഉണ്ടായിട്ടും നീ പരാതിയൊന്നും പറഞ്ഞില്ല, ആരെയും കുറ്റപ്പെടുത്തിയില്ല. പാപമോചനത്തിനും വേദന താങ്ങാനുള്ള ശക്തിക്കായി പ്രാർത്ഥിച്ചു. നിന്റെ സഹനവും പ്രാർത്ഥനയും കാരണം ആത്മാക്കൾക്ക് രക്ഷ ലഭിച്ചു. കർത്താവിന്റെ കൃപ നിന്നിൽ നിറയുന്നു. എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. കുരിശാൽ